ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ മത്തങ്ങയും ഉരുളൻകിഴങ്ങും കൊണ്ട് ഒരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ ഇത്. നിങ്ങളിത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളൻകിഴങ്ങും മത്തങ്ങയും നമുക്ക് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. മത്തങ്ങ ഞാൻ ഇതേപോലെയാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങും അതുപോലെ തന്നെയാണ്, രണ്ടും ഒരേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. പാൻ ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കടുകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ പകുതി സവാള എടുത്തിട്ടുള്ളത് അതിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ചിക്കൻ്റെ മസാലപ്പൊടിയാണ് കേട്ടോ. ഗരം മസാലപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല, ഇതാണെങ്കിലും കുഴപ്പമില്ല. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമണക്ക് ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഉരുളൻകിഴങ്ങാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഉരുളൻകിഴങ്ങിക്ക് ആവശ്യമായി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഉരുളൻകിഴങ്ങ് ചെറുതായിട്ടൊന്ന് വേവുന്നവരെ കുറച്ച് സമയം മതി കേട്ടോ. എന്നിട്ട് മത്തങ്ങ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം.
ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. വെള്ളം വറ്റിയൊന്ന് നോക്കണമല്ലോ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി മൂടി വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കണം. മത്തങ്ങ ശരിക്കാണ്ട് വെന്തിട്ടില്ല. ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മത്തങ്ങയും ഉരുളൻകിഴങ്ങും കറക്റ്റ് പാകമായിട്ട് വേവായിട്ടുണ്ട്. നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റവ് ഓഫാക്കാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ മത്തങ്ങയും ഉരുളൻകിഴങ്ങും വെച്ചിട്ട് ഇതുപോലൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി നോക്കൂട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.